ഒരു മാസം മുമ്പേ തന്നെ കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. എൻ്റെ കൂട്ടുകാരി ലിജി, കൂട്ടുകാരി എന്ന് പറയുമ്പം 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഒരു മാസം മുമ്പേ തന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ കേക്ക് വേണം കേക്ക് വേണം എന്ന്. പക്ഷേ ഏത് കേക്കാണ്, എന്ത് ഡിസൈനാണ് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കുറേ തവണ നമ്മൾ ആലോചിച്ചു എന്ത് ഡിസൈൻ ചെയ്താൽ ആൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാന നിമിഷം എന്നോണം, അതായത് ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ ആണ് പറയുന്നത് ബട്ടർഫ്ലൈ തീം അങ്ങ് ചെയ്യാമെന്ന്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. ഇതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ സെയിം ഡിസൈൻ തന്നെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ വേറെ കളറാണെന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആട്ടോ ഇത്. കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പല രീതിയിലുള്ള ബട്ടർഫ്ലൈസ് ചെയ്തിട്ടുണ്ട്, പല ഡിസൈൻ വരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സിമ്പിളും എന്നാൽ ചെയ്യാൻ എളുപ്പവും എല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു. കേക്കും കൊടുക്കണം, അതേപോലെ തന്നെ കുഞ്ഞൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. മോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് കേക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് എനിക്കത് അവിടെ കിട്ടി. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിജി ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അധികം കഴിച്ചിട്ടില്ല പിടിയും കോഴിക്കറിയൊന്നും. ഇവിടെ അങ്ങനെ ആരും അധികം ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. പണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിടിയും കോഴിക്കറിയും അതേപോലെ റൈസും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.